ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നെറ്റുമായിട്ട് ബന്ധമില്ലാത്ത എന്നാൽ യു ജി സി ആയിട്ട് ബന്ധപ്പെട്ട കറൻ്റ്ലി കുറേ പേര് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് എന്താണ് കുറേയധികം പേര് ചോദിക്കുക, എന്താണ് പുതിയ യു ജി സി റെഗുലേഷൻ, എന്തിനാണ് ഇതിനെതിരെ ഇത്ര സമരങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മളുടെ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, പക്ഷേ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. യു ജി സി 2012 നടത്തിയിട്ടുണ്ടായിരുന്ന ഇക്വിറ്റി നിയമത്തിനെ, കോളേജുകളിൽ ഇക്വിറ്റി നിർബന്ധമാക്കുന്ന ഡിസ്ക്രിമിനേഷനെതിരെയുള്ള നിയമത്തിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് 2026 സുപ്രീം കോടതി പുറത്തുവിട്ട അല്ലെങ്കിൽ യു ജി സി റെഗുലേഷൻസ് ആയിട്ട് പുതുവിട്ട ഇക്വിറ്റി റൂളുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. എല്ലാ HEIകളിലും, HEI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി ബോഡി വേണം. ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി ബോഡി ചെയ്യുന്നത് എന്താണ്? ഒരു ക്യാമ്പസിലും ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതിനെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി ബോഡീസ് വേണമെന്ന് പറയുന്നത്. 2012 യു ജി സി ആൻറ്റി ഡിസ്ക്രിമിനേഷൻ റൂൾസിനെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റൂൾ വന്നിട്ടുള്ളത്. ഇത് പെറ്റീഷൻ സമർപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന രോഹിത് വേമുല, പായൽ തദ്വി, ഈ രണ്ട് പേരുടെയും പേരൻസ് ആണ്. നമുക്കറിയാം, രോഹിത് വേമുല എന്ന് പറയുന്നത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ റേസിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള വയലൻസ് കാരണം സൂയിസൈഡ് ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള നിലപാടുകൾ നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ കൂടുതൽ എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള നിയമം വേണം എന്നുള്ളതിൻ്റെ പേരിലാണ് 2026 പുതിയ ബില്ല് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനെതിരെ സമരം ചെയ്യുന്നത് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ അഥവാ സവർണ സേന എന്ന പേരുള്ള ഒരു ഗ്രൂപ്പാണ്. അത് യു ജി സി ഹെഡ് ക്വാർട്ടേഴ്സിന് വെളിയിൽ ശിവം സിംഗ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ഇവരെ മുൻപോട്ട് വയ്ക്കുന്ന കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനോ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്കോ ഈ ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്പെഷ്യൽ റെഫറൻസുകളൊന്നും നൽകിയിട്ടില്ല. അതായത് ഇത് ഇനീക്വാലിറ്റിയെ കൂടുതൽ കൊണ്ടുവരും. അതായത് SE ST കാൻഡിഡേറ്റുകൾക്ക്, അതിൽ റിസർവേഷൻ ഉള്ള കാൻഡിഡേറ്റുകൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന, അവർക്ക് അപ്പർ ഹാൻഡ് കൊടുക്കുന്നതാണ് ഈ ഒരു ലോ എന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം 2016-17 കാലഘട്ടങ്ങളിൽ 173 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2023-24 വർഷങ്ങളിലേക്കായപ്പോൾ 350 കേസുകളായിട്ട് ഇവ ഉയരുകയും ചെയ്തു. അതിന് കാരണം ഇങ്ങനെയുള്ള നിയമങ്ങളാണ് എന്നാണ് ഈ സവർണ സേന എന്ന് പറയുന്ന ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ നേതാവും സംഘടനയും മുൻപോട്ട് വയ്ക്കുന്ന ആകുലതകൾ. ഇതിൻ്റെ പേരിലാണ് ഇവർ സമരം ചെയ്യുന്നത്. ഈ 173 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണമായത് ഈ ബില്ലാണ്. അത് 350 കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണമായതും ഈ ബില്ലുകൾ തന്നെയാണ്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നിലവിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. ഒപ്രസ്ഡ് ക്ലാസ്സിനെ ഒപ്രസ്ഡ് ക്ലാസ് ആയിട്ട് തുടരാൻ അനുവദിക്കാത്ത ബില്ലാണ് ഇത്. അതിനെതിരെയാണ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഈ ഒരു സമരം നടത്തുന്നത്. ഇതാണ് നമ്മളുടെ കോണ്ടെക്സ്റ്റ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടുതൽ കൺഫ്യൂഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ബില്ലും നമ്മളുടെ പരീക്ഷകളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. ഇത് ക്യാമ്പസുകളെ സംബന്ധിച്ചുള്ള ബില്ലുകളാണ്. ഇതിൽ കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻസ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ യു ജി സിയുമായിട്ട് ബന്ധപ്പെട്ട, നെറ്റുമായിട്ട് ബന്ധപ്പെട്ട, JRFുമായിട്ട് ബന്ധപ്പെട്ട, കോളേജുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആൻഡ് പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ ആസ്പിരൻസ് സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. താങ്ക് യു.